ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു പനീറും ഗ്രീൻ പീസും വെച്ചുള്ള പുലാവ് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി. ഓക്കെ, അപ്പം നമ്മുടെ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബസുമതി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അരി എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഒരു ഗ്ലാസ്സിന് കറക്റ്റ് ഒരു ഗ്ലാസ് അരി. ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വേണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളയണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ചോറ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് കഴുകി ഊറ്റിയെടുത്തിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു 2 ലിറ്ററിൻ്റെ പാത്രമാണ്, കാരണം നമ്മൾ ഒരു ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു രുചിയാണ്, അതുകൊണ്ട് ചേർത്തതാണ്. ഈ ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു കഷ്ണം പട്ട, ഒരു 2 ബേ ലീവ്സ്, അതുപോലെ തന്നെ ഒരു 2 ഏലക്കായ, ഒരു 2 കറുത്ത ഏലക്ക, ഒരു കറുത്ത ഏലക്ക, ഒരു ബ്ലാക്ക് കാർഡമം ഇല്ലേ, അതൊരെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു നല്ല മണം വരും, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചെറിയ ക്യൂബ്സായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ഈ പനീർ എന്നിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. നമ്മൾ പനീറിലൊന്നും തന്നെ ചേർക്കുന്നില്ല, ജസ്റ്റ് ഗീലിട്ടൊന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഒരു ഗോൾഡൻ ആവുന്നവരെ. അപ്പോൾ നമ്മുടെ പനീർ അത്യാവശ്യം ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരു പേപ്പർ ടവൽ വെച്ച പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വല്ലാതെ വറക്കണ്ട കേട്ടോ, ജസ്റ്റ് ഗ്രീൻ പീസ് സോഫ്റ്റായി വന്നാൽ മതി. ഈ ഗ്രീൻ പീസ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കഴുകി വെള്ളമൊക്കെ വാർന്ന അരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ അരി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ കൈമാരി പോലെ ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ അരി അളന്ന അതേ കപ്പിന് തന്നെ 2 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം അല്ല, സാധാരണ നോർമൽ വാട്ടർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഇതിൽ പിഴിഞ്ഞ് ചേർക്കാം. ചെറിയ നാരങ്ങയുടെയാണ് കേട്ടോ, അല്ലാതെ വലിയ നാരങ്ങയുടെ അല്ല. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഇനി ഇളക്കാനേ പാടില്ല. ഇനി അരി വന്നതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇത് നമ്മുടെ പുലാവ് കുക്കായിട്ടുണ്ട്. നമുക്ക് എന്താ സ്ഥിതി നോക്കാം, നന്നായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പനീറില്ലേ, അത്. ഇനി ഇത് ഇളക്കൊന്നും വേണ്ട, ചെറിയ തീയിൽ നമുക്ക് 1 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഉണ്ട് അരിയിൽ, അതുകൊണ്ട് 1 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ അരി നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ ഈ അരിയെ റെസ്റ്റ് ചെയ്യാൻ വിടണം. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഈ അരി നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരി പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, അരി ഒന്നൊന്നിനെ തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ആൻഡ് പനീർ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാക്കേജ് ഇൻസ്ട്രക്ഷൻ ശരിക്കും നോക്കുക. അരിക്ക് എത്രയാണ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് എത്ര വെള്ളമാണ് വേണ്ടത് നോക്കുക. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അരി ഇതുപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക. ഇനി അഥവാ പ്രഷർ കുക്കറിലാണ് നിങ്ങൾ ഈ ചോറ് വെക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം, അതായത് ഒരു കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അരി ചീഞ്ഞു പോകും. ഞാൻ പ്രഷർ കുക്കറിലല്ല അരി വേവിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.